പ്രിയമുള്ളവരെ, വിശുദ്ധമായ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്നു. നാളെ വെള്ളിയാഴ്ച പകലാണ്. ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ. വെള്ളിയാഴ്ച രാവിനും പകലിനും ഒക്കെ ഉള്ള ശ്രേഷ്ഠത നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷേ ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ യാസീൻ സൂറത്ത് ഓതാറുണ്ട് പലരും. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി സൂറത്ത് യാസീൻ ഓതുന്ന രൂപം പല രൂപമുണ്ട്. അതിൽ മഹത്തുക്കളായ ഉസ്താദുമാര് പഠിപ്പിച്ചു തരുന്ന ഒരു രൂപം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് സൂറത്ത് യാസീൻ നമ്മൾ ഒരു വട്ടം ഓതുകയാണ്. ആ ഓതുന്ന സമയത്ത് ഓരോ മുബീനുണ്ട്, 7 മുബീനുണ്ട്. ആ ഓരോ മുബീനിൻ്റെ അവിടെയും നമ്മളൊരു ദുആ പറയേണ്ടതുണ്ട്. അതുപോലെ സൂറത്ത് യാസീനിൻ്റെ 58-ാമത്തെ ആയത്ത് ആവർത്തിച്ചോതേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 വരി ബൈത്തുണ്ട്. അതൊരു ബൈത്താണ്, ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്, ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം. അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും ഈ 4 വരി ബൈത്തുണ്ടെങ്കിൽ രക്ഷപ്പെടാം ഇൻഷാ അല്ലാഹ്. ആ ബൈത്തും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതും നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി എപ്പോൾ ദുആ ചെയ്താലും, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാര്, എൻ്റെ സഹോദരിമാര്, അവർ ദുആയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചെറിയൊരു വാചകമുണ്ട്. അതും നമ്മുടെ ക്ലാസ്സിൻ്റെ ആദ്യത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ ആദ്യം എനിക്കും പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അള്ളാഹു തആല അതൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ദുആ വസിയ്യത്ത് നടത്തിയ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ പറയുന്നു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കട്ടെ. എല്ലാ മരണപ്പെട്ടു എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരികയാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസം. അൽഹംദുലില്ലാഹ്, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വളരെ പ്രാധാന്യം ഉള്ള ഒരു രാവും പകലുമാണ്. നമ്മളൊക്കെ വെള്ളിയാഴ്ച ഖുതുബക്ക് വേണ്ടി മിമ്പറിലേക്ക് ഇമാമ് കയറുന്നതിന് മുമ്പ് മആശറ എന്ന് പറഞ്ഞ് അല്ലെ മുഅദ്ദിൻ ഉസ്താദ് വാളുമെടുത്ത് ചില വാചകങ്ങൾ പറയാറുണ്ട്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. അല്ലെ, ഉമ്മമാർക്ക് ഒരു പക്ഷെ അത് കേട്ടിട്ടുണ്ടാവില്ല. ചില പള്ളികളിലൊക്കെ ആ മആശറ പറയുമ്പോൾ അത് മൈക്കിലൂടെ പുറത്തേക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഭൂരിഭാഗം പള്ളിയിലും അതകത്ത് തന്നെ കേൾക്കുന്ന, പുരുഷന്മാർ മാത്രം കേൾക്കുന്ന അവസ്ഥയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉമ്മമാരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് എടുത്തുകയാണ്. അതായത് ഈ ഖത്തീബ് ഖുതുബ ഓതാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് വാള് ഉണ്ടാവും, വാളോ വടിയോ ഉണ്ടാവും. വാള് അത് കൈ പിടിക്കൽ സുന്നത്താണ്. അപ്പോൾ ആ വാള് കയ്യിലേക്ക് ഈ മുഅദ്ദിൻ ഉസ്താദ് കൈമാറുന്നതിന് മുമ്പ് ആ ജുമുഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളെ ഒന്ന് ഉണർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകളൊക്കെ പറഞ്ഞ് ആളുകളെ ഉണർത്താൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങളുണ്ട്. അതിൽ പറയുന്നു, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ, അല്ലേ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. പാവപ്പെട്ടവൻ്റെ ഹജ്ജാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ. കാരണം അത്രമാത്രം പ്രത്യേകതയുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഉമ്മമാർ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. വെള്ളിയാഴ്ച രാവിൽ പഴയകാല ഉമ്മമാരും നമ്മുടെ വല്ലുമ്മമാരൊക്കെ എത്രയോ പവിത്രമായവർ കണ്ടിരുന്ന സമയങ്ങളായിരുന്നു. ഈ ഉമ്മമാരും, എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരും അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വെള്ളിയാഴ്ച രാവിനെയും പകലിനെയൊക്കെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കാരണം നരകമോചനം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ. നരകമോചനം കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന ദുആ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ്. ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ആ നല്ലൊരു ദുആയാണ്.
എൻ്റെ ഉമ്മമാരെപ്പോഴും ദുആ ചെയ്താലും ഈ ദുആ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു 4 വരി ബൈത്തുണ്ട്, നമ്മൾ മുമ്പത് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലും പകലിലുമായി ഒരു മനുഷ്യൻ ഈ ഒരു ബൈത്ത് മനസാന്നിധ്യത്തോടെ പറഞ്ഞാൽ ഇതൊരു ബൈത്താണ്, ഇതൊരു ദുആയാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പെടുത്താൻ പറ്റിയ ഒരു 4 വരി ബൈത്ത്. മഹാന്മാരായ മുൻഗാമികൾ അവരൊക്കെ ഇങ്ങനെ ഈ പദ്യരൂപത്തിൽ ഇതിങ്ങനെ പാടുമായിരുന്നു. തൗബയാണ്, തൗബയുടെ ബൈത്താണ്. ഏതാണത്? ഉമ്മമാർക്കൊക്കെ അറിയാം. ഒന്ന് പാടിക്കേ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. നിങ്ങൾക്ക് അറിയാവുന്നവർ ഇത് ഒരു 5 വട്ടമെങ്കിലും വെള്ളിയാഴ്ച രാവിലും പകലിലുമായി ഒരു 5 വട്ടം ചുരുങ്ങിയത് ഈ ഒരു ബൈത്ത് പറയണമെന്നാണ്. അത് തൗബയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് ഫിർദൗസ് എന്ന പദവി. ആ ഫിർദൗസ് എന്ന പദവി, ഇലാഹി എൻ്റെ രക്ഷിതാവേ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലെ ഉന്നതമായ പദവി അതെനിക്ക് കിട്ടാൻ ഞാൻ അർഹനല്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അതായത് സ്വർഗത്തിൽ കടക്കാനുള്ള അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ച് നരകത്തിലേക്ക് പോകണോ? നരകത്തിന്റെ ചൂട് എനിക്ക് താങ്ങാൻ പറ്റൂല റബ്ബേ. അപ്പോൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്ത് ചെയ്യും? നരകത്തിലേക്ക് കടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റൂല, നരകം കണ്ണുകൊണ്ട് പോലും കാണിക്കരുതേ എന്നാണ് അതിന്റെ അർത്ഥം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. പിന്നെയോ ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി. അല്ലാഹുവേ, നിന്റെ ഓശാരമായി എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, എൻ്റെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. എത്ര വലിയ തെറ്റ് ചെയ്താലും അതെല്ലാം പൊറുക്കാൻ നീ സന്നദ്ധനാണല്ലോ, നീ ഗഫാറാണല്ലോ, നീ പുറത്തു തരുമല്ലോ. ഇതൊരു ദുആയാണ്, ഇതൊരു എന്താ പറയുക ഇസ്തിഗ്ഫാറിൻ്റെ വചനമാണ്, ഇതൊരു ബൈത്തുമാണ്. അതുകൊണ്ട് ഈ ഒരു ബൈത്ത് വെള്ളിയാഴ്ച രാവിലും പകലിലുമായി ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മുടെ വീട്ടിലിരുന്ന് അത് വലിയൊരു ബർക്കത്താണ്. വീട്ടിലോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വാഹനത്തിലിരിക്കുമ്പോഴോ നമ്മളെ കച്ചവട സ്ഥാപനത്തിലിരിക്കുമ്പോഴോ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. അല്ലാഹു തആല വെള്ളിയാഴ്ച രാവിനെയും പകലിനെയൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു അമലിൽപ്പെട്ട ഒന്നാണ് സൂറത്ത് യാസീൻ ഓതുക. പ്രത്യേകിച്ച് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി യാസീൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക. അത് പ്രത്യേകം സുന്നത്താണ്. പ്രത്യേകം സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വഹാബിമാർ ചെയ്ത, ഒരുപാട് താബിഈങ്ങൾ ചെയ്ത ഒരു വലിയൊരു സൽപ്രവൃത്തിയാണ്. അത് നല്ലൊരു ചര്യ യാസീൻ ഓതി ദുആരക്കുക എന്നുള്ളത്. പുരുഷന്മാരെ വെള്ളിയാഴ്ച പകലിൽ അവർ മരണപ്പെട്ടവരെ വാപ്പ ഉമ്മാനൊക്കെ പോയി സിയാറത്ത് ചെയ്യുക. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പറ്റാത്ത ഉമ്മമാരുണ്ടാവില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. വീട്ടിൽ തന്നെ ഇരുന്ന് മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, അതുപോലെ ഭർത്താവിൻ്റെ വാപ്പമാർ മരണപ്പെട്ടിട്ടുണ്ടാകും, അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? ഒരു യാസീൻ ഓതി. ലോകത്തിലെ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഔലിയാക്കന്മാർക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മഹത്തുക്കളായ ഒരുപാട് പേരുണ്ടല്ലോ, അവർ എല്ലാവർക്കും വേണ്ടി, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി അല്ലാഹുവേ അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരു യാസീൻ ഓതുക. സൂറത്ത് യാസീൻ സൂറത്തിൻ്റെ പ്രത്യേകത നമ്മൾക്കൊക്കെ അറിയാം. നമ്മൾ ഓതാറുള്ള സൂറത്താണ് യാസീൻ സൂറത്ത്. പക്ഷേ ഈ യാസീൻ സൂറത്ത് ഓതുമ്പോഴും പലർക്കും ആ യാസീൻ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചോതിയാൽ യാസീനിൻ്റെ മുഴുവനായിട്ടുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ്. എങ്ങനെ? നമ്മൾ എപ്പോൾ യാസീൻ സൂറത്ത് ഓതിയാലും അത് ആരെങ്കിലും നമ്മൾ ഹദിയ ചെയ്തിട്ട് വേണം ഓതാൻ. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഓതാറുണ്ടല്ലേ മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഒരു യാസീൻ ഓതുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബദ്രീങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. അതുപോലെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി ഒരു യാസീനോ, എന്താ അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം റബ്ബേ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ, ഇതാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ അതിന് വലിയ പ്രതിഫലമാണ്. ഇപ്പം നമ്മുടെ യാസീൻ കൊണ്ടൊന്നും അല്ല ബദരീങ്ങളും മുഹീദ്ദീൻ ഷെയ്ഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒക്കെ രക്ഷപ്പെടുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമുക്കാണതിൻ്റെ ഗുണം. നമ്മൾ അവർക്ക് വേണ്ടി, കാരണം നമ്മേക്കാൾ കൂടുതൽ അള്ളാഹിനോട് അടുത്തവരാണ് അവർ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു സമ്മാനമായി സൂറത്ത് യാസീൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്കും കിട്ടും, നമ്മുടെ സന്താന പരമ്പരകൾക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹളറത്തിലേക്ക് മനസ്സിൽ കരുതിയിട്ട് ഇന്നത്തെ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച മഗ്‌രിബിന് മുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ ഉപ്പമാര് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഒരു യാസീൻ ഓതുക. നമ്മൾ സൂറത്ത് യാസീൻ ഓതാറുണ്ട്. സൂറത്ത് യാസീൻ അതിൻ്റെ പ്രത്യേകത എന്താ, എത്ര പറഞ്ഞാലും തീരാത്ത പ്രത്യേകതയാണ്. മാഉസ് സംസം ലിമാ ശുരിബല വ സൂറത്ത് യാസീൻ ലിമാ ഖുരിഅല. അല്ലേ, സംസം വെള്ളം എന്തിനാണോ കുടിക്കുന്നത് അത് നമുക്ക് കിട്ടുമെന്നാണ്. സൂറത്ത് യാസീൻ എന്തിനു വേണ്ടിയാണോ ഓതുന്നത്, ഓതുന്ന ഒരു കാര്യം, എന്ത് കാര്യം, നമ്മൾക്ക് ഒരു എന്താ പറയുക, കടങ്ങൾ മാറാനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറാദ് ഹാസിലാവാനാണ്, അങ്ങനെ മനസ്സിൽ കരുതിയാണ് ഓതുന്നതെങ്കിൽ അത് അല്ലാഹു തആല നമുക്ക് നിറവേറ്റി തരുമെന്നാണ്. അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ യാസീൻ സൂറത്ത് ഓതുന്നത് അത് അല്ലാഹു നമുക്ക് നിറവേറ്റി തരും. നല്ല ആത്മാർത്ഥതയോടെ ഓതണമെന്ന് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ യാസീൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലിങ്ങനെ കരുതുക, അല്ലാഹ് ഞാനൊരു യാസീൻ ഓതാൻ പോയാൽ ഇത് ഓതുന്നത് എൻ്റെ മുത്തായ ഹബീബിൻ്റെ ഹളറത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണം. അതുപോലെ ബദരീങ്ങൾക്കും വേണ്ടിയും മുഴുവൻ മുഅ്മിനീങ്ങൾ, ലോകത്താരെല്ലാം മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹളറത്തിലേക്ക് വേണ്ടി ഞാനൊരു യാസീൻ ഓതുന്നു റബ്ബേ, ഇത് നീ സ്വീകരിക്കണേ. അൽ ഫാത്തിഹ, എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും ഓതുക. അത് കഴിഞ്ഞ് യാസീൻ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഒതുവോടുകൂടി ഖുർആൻ എടുത്ത് ആ ഖുർആൻ നോക്കി തന്നെ നമ്മൾ ഓതുക. അതിന് വലിയ പ്രത്യേകതയാണ്. ഖുർആൻ കയ്യിലെടുത്തിങ്ങനെ നോക്കി ഓതുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠത നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെ ഓരോ ആയത്തും നിർത്തി നമ്മൾ ഓതുക. ഇങ്ങനെ ഓതുന്ന സമയത്ത് വിശുദ്ധമായ സൂറത്ത് യാസീനിൽ 7 പ്രാവശ്യം മുബീൻ എന്ന് വന്നിട്ടുണ്ട്. 7 മുബീനുണ്ട്. അപ്പോൾ ആ ഓരോ മുബീനിൻ്റെയും അവിടെ, ഓരോ മുബീൻ, ആ മുബീനിൻ്റെ അവിടെ എത്തുമ്പോൾ, മുബീൻ എന്ന് പറയുമ്പോൾ ആ മുബീൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നിർത്തുക. എന്നിട്ട് എന്ത് പറയുക, അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇഖ്ലി ഹാജാതിനാ, എൻ്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ. യാ ഖാദിയൽ ഹാജാത്ത്, ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന റബ്ബേ നീ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ. അതായത് നമുക്കൊരാവശ്യമുണ്ട്, നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ വീട് പണി, അതുപോലെ നമുക്കൊരു വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ട്, അത് അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ, കച്ചവട സംബന്ധമായ, കുടുംബപരമായ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹമുണ്ട്, കുറച്ച് പൈസ കിട്ടാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അത് നിറവേറ്റി കിട്ടണം. അതിനെന്ത് ചെയ്യുക, സൂറത്ത് യാസീൻ ഓതുക. ആർക്ക് വേണ്ടി? മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും. അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ നിയ്യത്ത് വെക്കുക. സൂറത്തുൽ ഫാത്തിഹ ഓതുക, അത് കഴിഞ്ഞ് യാസീൻ ഓതുക. യാസീൻ സൂറത്ത് ഓതുമ്പോൾ 7 മുബീനുണ്ട്. ആ 7 മുബീൻ എത്തുമ്പോഴും നമ്മൾ അവിടെ നിർത്തുക. എന്നിട്ട് ഈ ദുആ എങ്ങനെ, അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ ആവശ്യം നീ നിറവേറ്റി തരണം. ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്ന എൻ്റെ ഈ ഒരു ആവശ്യം, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ എന്ന് മനസ്സിൽ കരുതി ഈ ദുആ പറയുക. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. അത് പറയുക. എന്നിട്ട് പിന്നെ ബാക്കി ആയത്തുകളൊക്കെ ഓതുക. പിന്നെ അടുത്ത മുബീൻ എത്തുമ്പോൾ വീണ്ടും ഇത് പറയുക. പിന്നെ മൂന്നാമത്തെ മുബീൻ എത്തുമ്പോൾ വീണ്ടും ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഓതുക. പിന്നെ ഈ ഒരു ദുആ പറയുക. ഇതൊരു ദുആയാണ്. അപ്പോൾ 7 മുബീൻ മൊത്തം ഓതി കഴിയുമ്പോൾ നമ്മൾ 7 വട്ടം ഈ ഒരു ദുആ പറയും. പിന്നെ അതോടൊപ്പം തന്നെ സൂറത്ത് യാസീൻ, ഈ സൂറത്ത് യാസീനിൻ്റെ 58ാമത്തെ ആയത്ത് എത്തുമ്പോൾ, 58ാമത്തെ ആയത്ത് ഏതാണ്? 58ാമത്തെ ആയത്ത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഈ ഒരു ആയത്ത് എത്തുമ്പോൾ ഇത് വല്ലാത്തൊരു പവറുള്ള ഒരു ആയത്താണ്. സൂറത്ത് യാസീനിന്റെ ഏറ്റവും വലിയ പവറുള്ള ഒരു ആയത്താണ്, പവറുള്ള ഭാഗമാണ് ഈ ഭാഗം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 55ാമത്തെ ആയത്ത്. ആ ആയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 7 വട്ടം ആവർത്തിച്ചോതുക.
ഇതൊക്കെ ആര് പറഞ്ഞു? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഓരോ ഉസ്താദുമാരും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ യാസീൻ സൂറത്ത് ഓതുന്നതിൻ്റെ രൂപങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. എനിക്ക് 2-3 ഉസ്താദുമാർ പറഞ്ഞു തന്നത് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ സൂറത്ത് യാസീൻ ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മൾ ആർക്ക് വേണ്ടി ഓതണം? എല്ലാ മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും, നബിതങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ഔലിയാക്കൾ, മുഴുവൻ അമ്പിയാക്കൾ, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടിയും ഞാനൊരു യാസീൻ ഓതുന്നു എന്ന് മനസ്സിൽ നിയത്ത് വെക്കുക. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് സൂറത്ത് യാസീൻ ഇങ്ങനെ പതിയെ പതിയെ ഓതുക. ഓരോ മുബീൻ 7 മുബീനുണ്ട്. ഓരോ മുബീനിൻ്റെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ പറഞ്ഞ ദുആ മുബീൻ എത്തുമ്പോൾ അല്ലാഹുമ്മ ഖദി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത് എന്ന് നമ്മൾ അള്ളാഹിനോടാണ് ദ്വാരക്കുന്നത്. അള്ളാഹിനോട് ദ്വാരക്കുക. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി സൂറത്ത് ഓതുക. ഓരോ മുബീൻ എത്തുമ്പോഴും ഈ ദുആ പറയുക. എന്നിട്ട് 58-ാമത്തെ ആയത്ത് നമ്മൾ ഓതി എത്തുമ്പോൾ അവിടെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 7 വട്ടം ആവർത്തിച്ച് ഓതുക. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് ഓതുക. പിന്നെ ബാക്കി സൂറത്ത് യാസീൻ പൂർത്തിയാക്കി ഓതുക. വഇലൈഹി തുർജഊൻ എന്ന് വരെ എത്തി. എന്നിട്ട് അത് കഴിഞ്ഞ് സ്വദഖല്ലാഹുൽ അലീം. അത് കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം, സൂറത്തുൽ ഫലക് 1 വട്ടം, സൂറത്തുൻ നാസ് 1 വട്ടം. അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നല്ല രൂപത്തിൽ ദുആരക്കുക. പടച്ചവനെ, ഞാൻ ഈ സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ട്, ഇത് നീ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും കുറവുകൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നീ പരിഹരിക്കണേ റബ്ബേ. ഇതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എനിക്കും സ്വർഗം തരണേ അല്ലാ. അള്ളാഹുവേ, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ കച്ചവടത്തിൻ്റെ കാര്യം, എൻ്റെ സമ്പത്തിൻ്റെ കാര്യം, ഇതൊക്കെ നീ ഖൈറിലാക്കണേ, ബർക്കത്തിലാക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല രൂപത്തിൽ ദുആരക്കുക. ഇതാണ് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി യാസീൻ ഓതുന്ന പല രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു രൂപമാണ്, ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ച രൂപമാണ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. വെള്ളിയാഴ്ച രാവാൻ, ഇന്നത്തെ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ നാളെ മഗ്‌രിബിന് മുമ്പ്, നാളെ വെള്ളിയാഴ്ച മഗ്‌രിബിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്തോ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? സൂറത്ത് യാസീൻ ഓതുക, നല്ലവണ്ണം ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സൂറത്ത് യാസീൻ മൻ ഖറഅ സൂറത്ത് യാസീൻ, ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതിയാൽ കതബല്ലാഹു ഖിറാഅത്തൽ ഖുർആനി 10 മറ, ഒരു 10 പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം കിട്ടും എന്ന് വരെ നമുക്ക് ഹദീസുകളിൽ കാണാം. ഒരുപാട് പ്രത്യേകതയുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. നമുക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കണ്ണേർ സിഹിറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ആഖിബത്ത് നമ്മുടെ അവസാനം നന്നാവാൻ വേണ്ടിയൊക്കെ നമുക്ക് സൂറത്ത് യാസീൻ പല രൂപത്തിലും ഓതാം. അപ്പോൾ അതിൽപ്പെട്ടൊരു രൂപമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മളെല്ലാ ദിവസവും യാസീൻ ഓതുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഓതുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഓതുമ്പോൾ ഇങ്ങനെ ഒന്ന് ഓതി നോക്കിയാൽ ഇൻഷാ അല്ലാഹ് വലിയ ഗുണമായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് യാസീനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്, അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ, നമുക്ക് നമ്മുടെ അന്ത്യം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹു ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു അവരൊക്കെ മനസ്സിൻ്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.